ഹലോ! എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ എല്ലാവരും വിഷു ഒക്കെ നന്നായിട്ട് അടിച്ച് പൊളിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും വിഷു കൈനീട്ടമൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വിഷു കൈനീട്ടം കൊണ്ടൊക്കെ എന്തൊക്കെ മേടിക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഇതുപോലെ വിഷു കൈനീട്ടമൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കൊട്ടാരം വരെ പണിയും കേട്ടോ. പിന്നെ ആ പൈസ എങ്ങനെയെങ്കിലുമൊക്കെ ചിലവായി പോകും. ഇതുപോലെ അനുഭവമുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയായിരുന്നു. അതിനുശേഷം പിന്നെ ആങ്ങള കുറച്ച് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇന്ന് ആങ്ങളയുടെ വക സ്പെഷ്യൽ മീൻകറിയാണ് ട്ടോ ഉണ്ടാക്കി. ഈ മീൻകറി വാളംപുളിയും കൊടപ്പുളിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ സവാളയൊക്കെ വഴറ്റിയതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു. കൊടപ്പുളിയും പിന്നെ വാളംപുളിയുടെ ആ വെള്ളം കൂടിയും മിക്സ് ചെയ്തിട്ടാണ് പുളിയായിട്ട് ഒഴിച്ചത്. അതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പം മീൻ കഷ്ണങ്ങൾ ഓരോന്ന് പറക്കിയിട്ടു. മീൻകറി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും പിന്നെ ഒരു തക്കാളി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് മീൻകറിയിലേക്ക് മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് വന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വറുത്തിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി മൂപ്പിച്ച് വറുത്തിട്ട് ഇവിടെ മീൻകറി സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി മീൻകറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് അവിയലും മീൻകറിയും മീൻ വറുത്തതും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഹാപ്പി വിഷു.